ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ പരസ്പരം ചെളിവാരി എറിയലും അതുപോലെ മനുഷ്യനെ തന്നെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള കണക്ക് കൂട്ടലുകളും എല്ലാ പാർട്ടികൾക്കും സ്വാഭാവികമാണ്. CPM-ന് അതല്പം കൂടുതലാണ്. അതിനെക്കുറിച്ച് അന്വേഷണം, ഇത്ര ശതമാനം വോട്ടാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്ര ശതമാനം കൂടി എന്നൊക്കെയുള്ള കണക്കുകൾ പറയുക. തുടർന്ന് പാർട്ടി തലത്തിലെ അന്വേഷണം നടത്തിയതിന് ശേഷം ഏതൊക്കെ സഖാക്കന്മാരാണ് ഉണർന്ന് പ്രവർത്തിക്കാത്തത് അവരെ തരം താഴ്ത്തുക, ഇത്തരത്തിലുള്ള ചില നടപടികളുമായിട്ടാണ് CPM മുമ്പോട്ട് പോയിട്ടുള്ളത്. കോൺഗ്രസിനകത്തെ സംബന്ധിച്ചിടത്തോളം പരസ്യമായിട്ട് അവർ ചെളി വാരി എറിയും. അത് പൊതു ഇടങ്ങളിലും അണിയറയിലും ഒക്കെയായിട്ട് ആ ചെളിവാരി എറിയൽ ശക്തമായി തുടരുകയും ചെയ്യും. BJP വേറൊരു തരത്തിൽ കണക്ക് കൂട്ടും. കേരളത്തിൽ വലിയ കണക്ക് കൂട്ടലുകൾ ഒന്നും ഇല്ലാത്ത ഇടമാണല്ലോ BJP. ഇനി അത് ക്രമേണ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പ്രവർത്തനങ്ങൾ. പക്ഷേ CPM-ൻ്റെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കണക്ക് കൂട്ടലും ചെളിവാരി എറിയലും ഒരു വ്യക്തിയിലേക്ക് മാറിയിരിക്കുകയാണ്. മുമ്പാണെന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന കമ്മിറ്റി കൂടുന്നു, സെക്രട്ടേറിയറ്റ് കൂടുന്നു, പിന്നെ അങ്ങനെ ഓരോ തലത്തിലും ചർച്ചയാണ്. അവിടുത്തെ ജില്ലാ കമ്മിറ്റി അവരവിടുന്ന് കൊടുക്കുന്ന റിപ്പോർട്ട്, ഇതിനെക്കുറിച്ച് പഠനം, ആരാണ് പ്രവർത്തിക്കാത്തത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചല്ല. ഇപ്പോൾ MV ഗോവിന്ദന് നേരെയാണ് കാര്യങ്ങളെല്ലാം, അമ്പുകളെല്ലാം ചെന്ന് പതിക്കുന്നത്. എന്തായാലും ഗോവിന്ദൻ മാഷിനിപ്പോൾ ഒരു ഇരിക്കപ്പുറതി ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. MV ഗോവിന്ദനാണ് നിലമ്പൂരിൽ പരാജയം ഉണ്ടാക്കിയത് എന്നുള്ള മട്ടിലാണ്. അതിനകത്ത് നമുക്കൊരു കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ LDF-ൻ്റെ കൺവീനറും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനും പറഞ്ഞ ഒരു കാര്യം ഓർക്കുക, ഇത് ഭരണത്തെ വിലയിരുത്തുന്ന തന്നെ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്ന്. കൺവീനർ ശ്രീ രാമകൃഷ്ണൻ എടുത്തു പറഞ്ഞ കാര്യമാണ്, ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തൽ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഭരണത്തിൻ്റെ വിലയിരുത്തലാണെന്നുണ്ടെങ്കിൽ ഭരണം പരാജയമാണെന്നാണല്ലോ നിലമ്പൂരിലെ ഫലം തെളിയിക്കുന്നത്. എന്തിന് അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷം നോക്കിയാലും, കോൺഗ്രസിന് കിട്ടിയ ഭൂരിപക്ഷം നോക്കിയാലും ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പറയും അത് സഹതാപമാണ്, അത് PT തോമസിനോടും ഉമ്മൻചാണ്ടിയോടുമുള്ള കേരള ജനതയുടെ ഒരു വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചത് എന്ന് പറയും. പാലക്കാട് കണ്ടത് എന്തായിരുന്നു? അതുപോലെ തന്നെ ചേലക്കരയിലെ രാധാകൃഷ്ണൻ നേടിയ ഭൂരിപക്ഷം എവിടെ പോയി? പ്രദീപ് കുമാറിലേക്ക് വന്നപ്പോൾ വെറും 10,000 വോട്ടിൽ ഒതുങ്ങുകയല്ലേ ചെയ്തത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലമ്പൂരിലും അത് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിലമ്പൂരിൽ 11,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് വിജയിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിനോടൊപ്പം തന്നെ അൻവർ നേടിയ 20,000 വോട്ടിൻ്റെ അതും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവായിട്ട് തന്നെയാണ് കാണേണ്ടതെന്ന് മനസ്സിലാക്കാം. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തലേ ദിവസം MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന CPM-ഉം RSS-ഉം തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ അത് പലതരത്തിലുള്ള ചർച്ചകൾക്കും അതായത് പല വ്യാഖ്യാനങ്ങൾക്കും ഇടയാക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവനയുടെ പേരിലാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയായി MV ഗോവിന്ദനെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. ഇത് പിണറായിയുടെ ഒരു തന്ത്രമായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് കാണാം. സാധാരണ ഈ ഭരണവിരുദ്ധ വികാരമെന്ന് പറയുമ്പോൾ അത് പിണറായിക്കെതിരായിട്ടുള്ള ഒരു വികാരമായിട്ട് മാത്രമേ അതിനെ കാണുകയുള്ളൂ. കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ, വേറെ ആരും തന്നെ ഇല്ല. ഏറിയാലുള്ളത് മരുമകൻ മാത്രം. പിണറായിയുടെ ഒരു ഏകഛത്രാധിപതിയായി ഇരുന്നു കൊണ്ടുള്ള ഒരു ഭരണമാണ് നമ്മൾ
കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്നുള്ളത് വ്യക്തമായി. പക്ഷേ അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പിണറായി മറ്റ് തൻ്റെ അനുചരന്മാരെ എല്ലാം ചട്ടം ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ഇത് എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന കാരണമാണ് ഇത്തരത്തിൽ തോൽവി ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ. അപ്പോൾ തനിക്ക് കേടില്ല, ഭരണവിരുദ്ധ വികാരമെന്ന് ഒന്നില്ല. എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കി. ആ ആശയക്കുഴപ്പത്തിലൂടെ CPM-ൻ്റെ വോട്ട് ചോർച്ചയും നടന്നു. അൻവറിലേക്കും ഷൗക്കത്തിലേക്കും അത് വ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് CPM-ന് അവിടെ തോൽവി ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. CPM-ൻ്റെ തോൽവി എന്ന് പറയുന്നത് അവിടെ അതിനെ നിസ്സാരമായിട്ടല്ല കാണേണ്ടത്. രാഷ്ട്രീയ കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സംഭവ വികാസം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് കേരളം പിടിക്കാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് UDF നിൽക്കുന്നത്. ആ UDF-ൻ്റെ പ്രതീക്ഷ തകർക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമില്ല, മറിച്ച് എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് എം വി ഗോവിന്ദനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എം വി ഗോവിന്ദനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പിന്നെ പ്രശ്നമില്ലല്ലോ. തലേ ദിവസം പ്രസ്താവനയുണ്ടായി. പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറിയുടെ നിരുത്തരവാദിത്വപരമായ പ്രസ്താവന പാർട്ടിക്കും ഏറെ ദോഷമുണ്ടാക്കി, അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവിടെ വോട്ട് ചോർച്ച വന്നത് എന്ന് വരുത്തി തീർക്കുക. അപ്പോൾ പിണറായിക്ക് തൻ്റെ ഭരണത്തിന് യാതൊരു കേടുപാടുകളുമില്ല. ഭരണം വളരെ ഭംഗിയായിട്ട് പിണറായി വിജയൻ വാഴുന്ന കാലം ആമോദത്തോടെ ജനങ്ങൾ വസിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ 2026-ലും ഒരു തുടർഭരണ സാധ്യതയിലേക്ക് നീങ്ങാം എന്നുള്ള കണക്കുകൂട്ടലുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്തായാലും ഈ എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ എല്ലാവരുടെയും അമ്പുകൾ ഏറ്റുവാങ്ങുന്നത് പിണറായി വിജയൻ്റെ ആസൂത്രണം തന്നെയാണ്. അത് ഏറ്റുവാങ്ങാൻ എം വി ഗോവിന്ദൻ തയ്യാറായിട്ട് കുനിഞ്ഞു നിൽക്കുകയാണ്. കാരണം എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളുകളായി നട്ടല് വളയ്ക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം വളച്ചു നിൽക്കുകയാണ്. പിണറായി വിജയൻ പറയുന്നത് പോലെ തന്നെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നു. പിണറായി വിജയൻ 15 വർഷക്കാലം പാർട്ടി സെക്രട്ടറി, പിന്നീട് ഇപ്പോൾ 10 വർഷമാകാൻ പോകുന്നു മുഖ്യമന്ത്രി പദത്തിൽ. അപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ വന്നതിന് ശേഷവും പാർട്ടിയെ തൻ്റെ കാൽച്ചുവട്ടിൽ നിർത്തുന്നു. അതാണ്. അപ്പോൾ 1/4 നൂറ്റാണ്ട് ആകുകയാണ് പിണറായി വിജയൻ പാർട്ടിയെയും കേരളത്തിലെ ജനതയെയും മുഴുവൻ ചവിട്ടി മെതിക്കാൻ തുടങ്ങിയിട്ട്. ആ ഏകഛത്രാധിപതിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം എം വി ഗോവിന്ദനെ ബലി കൊടുക്കുന്നു. എന്നിട്ട് തൻ്റെ ഭരണം സംശുദ്ധമാണ് എന്ന് തെളിയിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള, നമ്മൾക്കറിയാം 2021-ൽ കണ്ടതും ഇത്തരത്തിലുള്ള ആസൂത്രിതമായ നീക്കമാണ്. തനിക്കനുകൂലമായി കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിൽ സമർത്ഥൻ തന്നെയാണ് പിണറായി വിജയൻ എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്.